നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയെ തന്നെ ഉലയ്ക്കുകയും വളരെ ആഴത്തിലുള്ള മുറിവുകൾ ശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദുരന്തത്തിന് പിന്നിലാണ് നമ്മൾ കഴിഞ്ഞ ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മനുഷ്യസ്നേഹികളായ എല്ലാവരും തന്നെ ഇതിനുവേണ്ടി അവരാൽ കഴിയുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യുകയുണ്ടായി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസവും ആതുര സേവനവും നമ്മുടെ മേഖലയായ നൂറുൽ ഇസ്ലാം ഗ്രൂപ്പ്, നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് താഴെയുള്ള 17 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലും ഉൾപ്പെടുന്ന നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മ, നമ്മളും അതിന്റെ പങ്കാളികളായി. സന്തോഷമുള്ള ഒരു വാർത്തയല്ല, പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമ നമ്മളിന്ന് നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. വളരെ സമഗ്രമായ ഒരു 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 റീഹാബിലിറ്റേഷൻ പ്രോസസ്, ഒരു ഒരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഒരു തുകയും ദുരിതാശ്വാസ നിധിയിലോട്ട് നമ്മളിത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട MD സംസാരിക്കുന്നതാണ്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ അവിടെ ഉള്ളവർക്ക് സുസ്ഥിരമായ ഒരു വികസനത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ് ഒരു പ്രപ്പോസലായിട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി അതിനെ വളരെ അനുഭാവപൂർവ്വം അതിനെ സ്വീകരിക്കുകയും മറ്റ് ഫർദർ ആക്ഷന് വേണ്ടി അദ്ദേഹം അതിനെ മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അദ്ദേഹം നിംസ് മെഡിസിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറും നൂറുൽ ഇസ്ലാം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടറും, അതുപോലെ തന്നെ നിഷ് കന്യാകുമാരി സർവകലാശാല, ഡീംഡ് സർവകലാശാല, അതിന്റെ പ്രോ ചാൻസലറുമായ ശ്രീ MS ഫൈസൽ ഖാനാണ്. അദ്ദേഹത്തിന്റെ തൊട്ട് അടുത്തിരിക്കുന്നത് നമ്മുടെ വൈസ് ചാൻസലർ, നിഷ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ബഹുമാനപ്പെട്ട ഡോക്ടർ ടെസി തോമസ് മാഡമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഭാരതത്തിന്റെ തന്നെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ടെസി തോമസ് മാഡമാണ് അപ്പുറത്തിരിക്കുന്നത്. ഇപ്പുറത്തിരിക്കുന്നത് ഡോക്ടർ MKC നായർ, മുൻ സർവകലാശാല വൈസ് ചാൻസലറും CDRCയുടെ സ്ഥാപക ഡയറക്ടറും, നിംസ് സ്പെക്ട്രം ചൈൽഡ് ഡെവലപ്മെന്റ് റിസർച്ച് സെന്റർ നിംസ് മെഡിസിറ്റിയിലുള്ള അതിന്റെ ഡയറക്ടറുമാണ് അദ്ദേഹം. എന്റെ സൈഡിൽ ഇരിക്കുന്നത് ശ്രീ ശിവകുമാർ രാജ്, നിംസ് മെഡിസിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്ററാണ്. ഞാൻ ഡോക്ടർ KS സജു, നിംസ് മെഡിസിറ്റിയുടെ ജനറൽ മാനേജറാണ്. ഇന്ന് നമ്മൾ സമർപ്പിച്ച പ്രപ്പോസലിനെ കുറിച്ചും അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ശ്രീ MS ഫൈസൽ ഖാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. എന്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ദുരന്ത ഭൂമിയുടെ വാർത്തകൾ എന്നും നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും, ഓരോ വ്യക്തികൾക്കും ഓരോ സംരംഭങ്ങൾക്കും എന്തൊക്കെയാണ് അതിന് മുൻതൂക്കം കൊടുക്കാൻ കഴിയുക, ആ മേഖല എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നൊരു പ്രസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ മേഖല ഉന്നത വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയുമാണ്. അപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറിയാണ്. അതായത് നമ്മൾ അവിടെ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് പഴയ രൂപത്തിലാക്കിയാലും ആ മനുഷ്യൻ മനസ്സിനകത്തുള്ള ആഘാതം അവരെ വിട്ടൊന്നും ഇപ്പോഴൊന്നും പോവില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ വലിയൊരു ആഘാതം ഏറ്റെടുത്ത് അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു റീഹാബിലിറ്റേഷൻ ആൻഡ് ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർക്കുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള രീതിയിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ സമൂഹത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ പത്രത്തിലേക്ക് കേൾക്കാറില്ലേ, ഷോക്ക് അടിച്ച കണ്ടു, അല്ലെങ്കിൽ ഒരാളിങ്ങനെ അപകടം കണ്ടു, അതിനുശേഷം ആ കുട്ടി ഇപ്പോൾ കൗൺസിലിംഗ് ആണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയെ ഫേസ് ചെയ്ത ആ ഒരു ജനറേഷനെ എങ്ങനെ നമുക്ക് തിരിച്ച് ഹാബിലിറ്റേറ്റ് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പൊ അതിന് ബഹുമാനപ്പെട്ട നിംസ് സ്പെക്ട്രം ഡയറക്ടറും VC-യുമായിട്ടുള്ള ഡോക്ടർ MKC നായർ സാറിനെയാണ് നിങ്ങൾ ആ ദൗത്യം ഏൽപ്പിക്കുന്നത്. അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമ്മൾ നോക്കി അതൊക്കെ തന്നെ പോയിരിക്കുകയാണ്. അപ്പൊ അതിനെ റിനോവേറ്റ് ചെയ്തുകൊണ്ട് ആ സെന്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമ്മൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ സ്ഥലത്ത് വരിക, ഇനി അവിടെ പുതിയ കെട്ടിടങ്ങൾ കെട്ടി ആ പരിസ്ഥിതി പ്രദേശത്തെ വീണ്ടും മോശമാക്കണ്ട, അവിടെ തന്നെ ഒരു സ്പേസ് 5000 6000 സ്ക്വയർ ഫീറ്റ് സ്പേസ് തരികയാണെങ്കിൽ സമഗ്രമായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പൂർണ്ണമായും സൗജന്യമായി എല്ലാ തെറാപ്പികളും കൗൺസിലിംഗും നടത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ആദ്യമായി മുഖ്യമന്ത്രിയോട് വെച്ചിട്ടുള്ളത്. രണ്ടാമത് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ 5 ക്യാമ്പസുകളായിട്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രവർത്തിക്കുന്നത്.
ഇടുക്കിയിലെ MG യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഒരു കോളേജുണ്ട്, നിഷ് സർവകലാശാലയുണ്ട്, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്, MS യൂണിവേഴ്സിറ്റി ഉണ്ട്, അണ്ണാ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ 20% സീറ്റുകൾ, അതായത് 1000-ഓളം വിദ്യാർത്ഥികളെ സൗജന്യമായി ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുവാൻ നൂർ ഇസ്ലാം എഡ്യൂക്കേഷൻ ട്രസ്റ്റും നിഷ് കന്യാകുമാരിയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ അത് മുഖ്യമന്ത്രിയുടെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ വരുന്ന വിദ്യാർത്ഥികൾ 1000 വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ആ വിദ്യാർത്ഥി എത്ര വിദ്യാർത്ഥികളാണെന്നാലും ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അവരെ പഠിപ്പിക്കാന്ന് മാത്രമല്ല, ഈ ഒരു തലമുറയിൽ ഈ പഠിച്ചു വരുന്ന അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള 70 വർഷത്തെ അനുഭവ സമ്പത്തൊക്കെ നമ്മുടെ പല ട്രസ്റ്റുകൾക്കും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ട്. ആ സമ്പത്ത് വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെന്റ് കൊടുത്ത് അവർ ഈ ദുരന്തമോക്കുന്ന ആ ഒരു മറവിയിലേക്കെങ്കിലും മാറ്റി പുതിയൊരു ലോകത്തേക്ക്, പുതിയൊരു ചിന്തകളിലേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്കുള്ള ഒരു പഠനവും അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും റീഹാബിലിറ്റേഷനുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻകൈ. കാരണം ഞങ്ങളുടെ മേഖല റീഹാബിലിറ്റേഷനും ആരോഗ്യ വിദ്യാഭ്യാസവുമാണ്. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. CMDRF ഫണ്ടില് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സർവകലാശാല ചാൻസലർ, എന്റെ പിതാവ്, ഇന്ന് 1 കോടി രൂപ ഇന്ന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും കൂടെ ഇപ്പൊ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 2ാമത്തെ ഇതായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞങ്ങൾ അടുത്ത മാസം കൈമാറും. അപ്പം സാമ്പത്തികം ഒരു ഭാഗത്ത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രശസ്തരായിട്ടുള്ള ഇപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ സ്ഥാപകനാണ്, കേരള ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപകനാണ്. 10,000-ഓളം തെറാപ്പിസ്റ്റുകൾ ഇന്നും രാജ്യത്ത് പല ഭാഗത്തും ഉള്ളത് സാറിന്റെ അണ്ടറിലാണ്. അപ്പോൾ സാറിനെയൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആ ദുരന്ത ഭൂമിയിൽ ആ ജില്ല മൊത്തമായിട്ട് റീഹാബിലിറ്റേഷനും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും വേണ്ടി നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ടെസി തോമസ് മാഡത്തിന്റെ അണ്ടറിൽ ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനും +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാവി തലമുറ എത്തിക്കുക എന്നൊരു മാർഗവുമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ പെൻഷൻ പ്ലാൻ ഉണ്ട്. 8 പഞ്ചായത്തിലും നേരത്തെ മുനിസിപ്പാലിറ്റിയിലുമുള്ള എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും കോവിഡിന് ശേഷം കൊടുത്തു വരികയാണ് പ്രതിമാസ പെൻഷൻ. ആ പെൻഷൻ ഫണ്ടും ഞങ്ങൾ ആ അഫക്റ്റഡ് ആയിട്ടുള്ള പഞ്ചായത്തുകളെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സൗജന്യ ചികിത്സയും പെൻഷനും നിർത്തുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും 4 കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യപടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളോട് മുഖ്യമന്ത്രിയോട് കൊടുത്ത അപേക്ഷ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കണമെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. എർത്ത്ക്വേക്ക് പോലുള്ള ഇതുപോലുള്ള വൈബ്രേഷണൽ എഫക്റ്റ് ഉള്ളത് വലിയ തോതിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ പ്രൊപ്പഗേഷൻ ഒരിക്കൽ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പാത്ത് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ലാൻഡ് സ്ലൈഡ് വി ക്യാൻ ഡിറ്റർമിൻ, അത് നല്ലപോലെ ആ സ്ഥലത്ത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു. അല്ലെ അവലാഞ്ചി ഒക്കെ ഉള്ള കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഫസ്റ്റ് ഇനിഷ്യേഷൻ കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് ഒബ്സർവന്റ് ആയിരിക്കണം. ആ ഏരിയാസ് എടുത്ത് അത് ആ ഏരിയ മാത്രം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ വിൽ കം ടു നോ. അല്ലെങ്കിൽ ജനറൽ ഗ്ലോബൽ മെറ്റീരിയോളജി ഇതിൽ അറിയാൻ പറ്റുന്നില്ല. അപ്പം ഇതൊരു പ്രോൺ ഏരിയ ആണ്. അവിടെ വി പുട്ട് ഓൾ ദ ഒബ്സർവേറ്ററി ആൻഡ് വാച്ച്, ദെൻ വിൽ കം ടു നോ. എന്നാലും definitely all across the world this type of disasters, natural disasters should not happen. So wherever possible, so idannu parnja it is huge plateau of mountain, evade initiate cheyan povunu ennu ariyan pattilla. It can be triggered due to some other effect somewhere, like earthquake somewhere, the effect can be felt in some other part. അങ്ങനെയൊക്കെ ഉള്ള നാച്ചുറൽ ഡിസാസ്റ്റർ വി ആർ സ്റ്റിൽ ടെക്നോളജി ഈസ് there, but then mastering that and pinpointing to the places, it's still not reached. നമ്മള് കോവിഡ് കഴിഞ്ഞപ്പോൾ യൂണിസെഫിന്റെ സഹായത്തോടെ കേരളം മുഴുവൻ ഒരു പഠനം നടത്തി. കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 40% കുട്ടികൾക്ക് അവർക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, വിഭ്രാന്തി, ഡിപ്രഷൻ, വിഷാദം, അതാണ് ഏറ്റവും. പിന്നെ ബിഹേവിയർ പ്രോബ്ലംസ്. അപ്പൊ ഇതെല്ലാം ഒരു ഫാമിലിയെ കംപ്ലീറ്റ് തകർക്കുന്ന 3 കാര്യങ്ങളാണ്.
ഇതിവിടെ ഞങ്ങളുടെ സ്റ്റഡി മാത്രമല്ല, ഇന്ത്യയിൽ 18 സ്റ്റഡി ഒന്നിച്ച് ചേർത്തിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടായി. അതിനകത്ത് ഇതേ ഏകദേശം ഇത് തന്നെ പറയും. അപ്പൊ നമുക്കൊരു ഏറ്റവും മിനിമം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിലെ 3-1 കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അതിനകത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ച് പോകാൻ പോകുന്നു, അല്ലെ മലയിൽ നിന്ന് മറിഞ്ഞു വീഴാൻ പോകുന്നു, എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി കുറെ നാളത്തേക്ക് അത് രാത്രിയിൽ ഈ സംഭവം എന്റെ തലയിലോട്ട് ഇടിച്ചു കയറി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാകും. ചിലപ്പോൾ അത് ചികിത്സിക്കാൻ പറ്റും, ചിലപ്പം ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോകും. ഒരു മരണം ഉണ്ടായാൽ തന്നെ നമ്മൾ അറിയാണ്, നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞ് നമ്മൾ അങ്ങ് തണുക്കും. പക്ഷെ ചിലർക്ക് തണുക്കത്തില്ല, അപ്പൊ അവർക്കും ചികിത്സ ആവശ്യമാണ്. അപ്പൊ അവിടെ മരുന്ന് വേണം, എല്ലാവർക്കും വേണോ? വേണ്ടവർക്ക് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ, ഞാൻ 3 ദിവസം മുമ്പ് 3-4 ദിവസം കൂടി ഒരു പെൺകുട്ടിയെ കണ്ട് ഇതുപോലെ സംഭവിച്ചാണ്. ഏറ്റവും കോവിഡ് ടൈമിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അങ്ങ് മരിച്ചു. ക്ലോസ് എന്ന് വെച്ചാൽ അത്ര ക്ലോസ് ആയിരുന്നു. അന്ന് തൊട്ട് അതിന് മാനസിക പ്രശ്നമുണ്ട്. പക്ഷെ പേരൻസ് അത് റിയലൈസ് ചെയ്തില്ല. ഇന്ന് ആ കൊച്ചു വലിയവരുണ്ട്. കാരണം ഇവിടെ നമ്മൾ 5 സൈക്കാട്രിസ്റ്റ് ഇവിടെ നോക്കി, എന്നിട്ടൊന്നും ശരിയായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കിടത്തി ചികിത്സിക്കണം. അവര് പറഞ്ഞു 3-4 ആഴ്ച അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അത് നടന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 3-3.5 കൊല്ലായി. ഇത് വരാതെ എത്ര നേരത്തെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് പറയുമ്പോ ഇവിടുന്ന് ഒരു ടീം പോയി എന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രായോഗികമല്ല, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അവിടെ ഒരു ടീമിനെ എക്വിപ്പ് ചെയ്യുക. ആ ടീം, ഞങ്ങളുടെ ടീമിൽ സൈക്യാട്രിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഫിസിയോതെറാപ്പി ചീഫ് ഉണ്ടാവും, കുറെ പേരുണ്ടാവും. നമ്മൾ പോയി അവരെ ട്രെയിൻ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് കാണിച്ചു കൊടുക്കുക. അവർക്ക് അറിയത്തില്ലെന്നല്ല, അവർക്ക് അറിയാം. എന്നാലും ഒരു സിറ്റുവേഷൻ, അതൊരു ബസ് ഇടിച്ച് വന്ന കാഷ്വാലിറ്റിയില് എങ്ങനെയാ 2 ബസ് കൂട്ടിയിടിച്ച് 100 പേരൊക്കെ കാഷ്വാലിറ്റി വന്ന മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഡോക്ടർക്ക് അറിയാം. അവർ പലതവണ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത്, ഏത് വഴിയും അവിടുത്തെ MLA വഴി എടുക്കാം, അവിടുത്തെ സംഘടനാ പ്രവർത്തകർ എടുക്കാം, അവർ വഴി വരുന്ന വിദ്യാർത്ഥികൾക്കാണ്. നമുക്ക് ഈ പറയുന്ന MG യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും അടുത്തുള്ളത്, SSM കോളേജ് ഇടുക്കിയിലുള്ളത്. ആ കോഴ്സുകൾ മുതൽ ഈ പറഞ്ഞ 5 നമ്മുടെ ക്യാമ്പസുകളിലും അവർക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഈവൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡുള്ള BSc നഴ്സിംഗ് ആണ്. ഇപ്പൊ നഴ്സിംഗും ഡെന്റലും തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളിലും നമ്മൾ ഈ പറയുന്ന 20% സീറ്റുകൾ ഈ ദുരന്ത ഭൂമിയിൽ അവർക്കുള്ള വിക്ടിംസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ളത്.